ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. ആ ബാക്കിൽ ചുമരുമ ചാരിക്കുന്ന കുട്ടികളൊക്കെ സഫിലേക്ക് വന്നിരിക്കും. അത് നല്ല രീതിയല്ല. ആർക്കും നടുമുള്ളിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നട്ടലിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചാരിയിരുന്നാൽ എങ്ങനെ? എന്നിട്ട് വരും സെഫിലേക്ക് വരും. ഈ സെഫ് പൂർത്തിയാക്കിയിരിക്കും. പള്ളിയത്തെ മര്യാദ അതാണ്. അത് ഇന്ന് മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചയും ശ്രദ്ധിക്കണം. സെഫ് പൂർത്തീകരിച്ചിരിക്കുക. അവിടെയും ഇവിടെയും തേനീച്ചക്കൂട് കൂട്ടിയമാര് കൂട്ടിയിരിക്കാൻ പള്ളി പറ്റൂല. എടാ ആ ബാക്കുന്ന പോരെ, ഈ സെഫിക്ക് മുന്നേ സെഫ് പൂർത്തീകരിച്ചിരിക്കുക. അവിടെ പോരും. അവിടെ നിന്ന് എല്ലാവരും പോരും. വല്ല അസുഖ പ്രയാസമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആചരിക്കുക എന്നല്ലാതെ നാശത്തിലേക്ക് ഒരു മനുഷ്യൻ ആപതിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല, അത് ക്രമേണയാണ് നാശത്തിലേക്ക് മനുഷ്യന്മാര് എത്തിച്ചേരുക എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യർ നാശത്തിലേക്ക് എത്തുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയാണ് എങ്കിൽ അയാൾ ആത്മപരിശോധന എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്ന് അയാൾ നാശത്തിന്റെ വഴിയിലായിരിക്കും. ഒരു സ്വന്തമായി ഞാൻ എന്താണ്, എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആത്മപരിശോധന ഒരാൾ അവസാനിപ്പിച്ചാൽ, അത് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ പിന്നെ തെറ്റായ വഴിയിലൂടെയായിരിക്കും യാത്ര ചെയ്യുക. അതുപോലെ തന്നെ ഒരു കുടുംബം അല്ലെങ്കിൽ മഹല്ല്, സമൂഹം, അതല്ലെങ്കിൽ രാജ്യം, അതും തന്നെ തെറ്റിലേക്ക് കടന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് പരസ്പരം തിരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നതാണ്. അത് കുടുംബത്തിലും മഹല്ലുകളിലും അതുപോലെ സമൂഹത്തിലും രാജ്യത്തുമൊക്കെ തെറ്റുകൾ പരസ്പരം തിരുത്തുവാനുള്ള ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു സമൂഹം നാശത്തിന്റെ കൃത്യത്തിലേക്കാണ് ആണ്ടുപോവുക. പലപ്പോഴും ഞാനൊരു തെറ്റ് തിരുത്തിയാൽ, ഞാനത് പറഞ്ഞാൽ അവർക്കെന്തു തോന്നും എന്ന ചിന്തയാണ് പലരെയും ഇന്ന് തിന്മ വിരോധിക്കാനും നന്മ കൽപ്പിക്കുവാനും തടസ്സമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളിലുള്ള തിന്മ അയാളോട് മാത്രം നമ്മൾ പറയില്ല, വേറെ പലരോടും പറയും. അങ്ങനെയാണ് പൊതുവെ മനുഷ്യന്മാരുടെ ഒരു രീതി. അത് സ്വന്തം മക്കളാണെങ്കിലും, ഭാര്യ ഭർത്താവിനെ കുറിച്ചാണെങ്കിലും, ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ചാണെങ്കിലും, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സഹപാഠികളും ഒക്കെയാണ് എങ്കിലും, അവരിൽ ആരെങ്കിലും എന്തെങ്കിലും തകരാറുകൾ കണ്ടാൽ ആ തകരാറ് വളരെ ഗുണകാംക്ഷയോടുകൂടി അവരോട് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതിന് പകരം അയാളല്ലാത്തവരോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാളല്ലാത്തവരൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടാവും. അയാളോട് പറയാൻ ആർക്കും കഴിയില്ല. സ്വന്തം കുട്ടികളോട് പോലും ആളുകൾക്ക് പറയാൻ പ്രയാസമാണ്. കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് എങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വേറെ ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് പല രക്ഷിതാക്കളും ചെയ്യുന്നത്. നിവൃത്തികേടാണ്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ഒരു അരുതായ്മയുണ്ട്, അത് തെറ്റാണ്, ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലുള്ള ആളുകൾ അതാര് പറയുമെന്നതാണ് പ്രശ്നം. അത് എവിടെയും നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഞാൻ ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നക്കാരനായി മാറണ്ട, ഞാനത് പറഞ്ഞ് മറ്റുള്ളവരുടെ വെറുപ്പ് ഞാൻ സമ്പാദിക്കേണ്ടതില്ല, അതുകൊണ്ട് അത് വേറെ ആരെങ്കിലും പറയട്ടെ എന്ന രീതിയിൽ എല്ലാവരും തെറ്റാണെന്നറിയാം, എന്നാൽ തെറ്റ് സംസാരിക്കാതിരിക്കുന്ന സാഹചര്യം എവിടെ പ്രത്യക്ഷപ്പെടുന്നുവോ അതെല്ലാം നാശത്തിലേക്കുള്ള വഴിയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു വലിയ ഭീകരാക്രമണം സംഭവിച്ച ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. തീർത്തും നിരപരാധികളായ അവിടെ ടൂറിസ്റ്റുകളായി എത്തിയിട്ടുള്ള ആളുകൾക്ക് നേരെയാണ് 10-28 ആളുകൾക്ക് നേരെ നിറയൊഴിച്ച് അവർ അവിടെ പടഞ്ഞ് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ആ വിഷയം വളരെ ഗൗരവപൂർവ്വം നമ്മുടെ രാജ്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് കൈകാര്യം ചെയ്യപ്പെടേണ്ടതുമാണ്. കാരണം അത്തരം ഭീകരാക്രമണങ്ങൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല. അത് അവസാനിപ്പിക്കുവാൻ സർവ സൗകര്യങ്ങളും സർവ സജ്ജീകരണങ്ങളും ഉപയോഗിക്കുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ അതെന്തുകൊണ്ട് അവിടെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഉന്നയിക്കാൻ പലപ്പോഴും സാധ്യമാകുന്നില്ല എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വളരെ
ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് കാശ്മീറും അനുബന്ധ പ്രദേശങ്ങളും. ആ പ്രദേശത്ത് എങ്ങനെയാണ് പുറത്തുനിന്ന്, അതും മന്യ രാജ്യങ്ങളിൽ നിന്ന് ആ ഭീകരർ സകലവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറകളെയും അതിജീവിച്ചുകൊണ്ട് അവിടെ എങ്ങനെ എത്തി, അവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു, എന്തുകൊണ്ട് അവിടെ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉണ്ടായില്ല എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ചോദ്യങ്ങൾ ഉയർത്താൻ ഭീതിയുള്ള, പേടിയുള്ള ഒരു സാഹചര്യം, ആ നിലക്കുള്ള അതിതീവ്ര ദേശീയതയുടെ ഒരു ആവരണം ഇന്ന് നമ്മുടെ സമൂഹത്തിന് മുകളിൽ പുതച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് എവിടേക്കാണ് കൊണ്ടുപോവുക? നമ്മുടെ സമൂഹം, നമ്മുടെ സർക്കാരിനെ, സംവിധാനങ്ങളെ ഓഡിറ്റ് ചെയ്യുവാൻ കഴിയാത്ത, അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത, അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ രാജ്യം നാശത്തിലേക്കാണ് പോവുക. ഞാൻ പറയുന്നത് വ്യക്തി മുതൽ രാജ്യം വരെ തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ എവിടെയെല്ലാം നമ്മൾ നിസ്സംഗത പാലിക്കുന്നു അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് അവസാനം വലിയ നാശത്തിലേക്കാണ് കൊണ്ടുപോവുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ യഥാർത്ഥ വിചാരണക്ക് വിധേയമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഒരു വിചാരണക്ക് വിധേയമാക്കണം. ഓരോ രാത്രിയും നമ്മൾ കിടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, എന്താണ് എന്റെ അവസ്ഥ, എന്റെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്, എന്റെ ദീനിയായ മറ്റു വിഷയങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഓരോ മുഅ്മിനും ഓരോ മുസ്ലിമും എന്ത് ചെയ്യേണ്ടതുണ്ട്? നോക്കേണ്ടതുണ്ട് എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം, അത് നോക്കണം. വത്തഖുല്ലാഹ്, അല്ലാഹ് നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ നമ്മളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ മരിച്ച എന്തായിരിക്കും എന്റെ അവസ്ഥ, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ മരണവാർത്തകൾ ഇങ്ങനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വാട്സപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമ്മൾ ഞെട്ടുന്നു, നമ്മുടെ അതേ പ്രായത്തിലുള്ള ആളാണ് മരണപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ മനസ്സിൽ നമ്മൾ അതുപോലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരണപ്പെടും എന്നൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാകലില്ല. ആ മരിച്ച വ്യക്തിയെ പറ്റി നമ്മൾ സംസാരിക്കും. പക്ഷെ ഞാൻ ഇതുപോലെ പെട്ടെന്ന് മരിച്ചാൽ ഇന്ന് ഞാൻ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ, എനിക്ക് ജമാഅത്തായി പള്ളിയിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ഹറാമൊന്നും ചെയ്തിട്ടുണ്ടോ, എന്റെ ആമാശയത്തിൽ എവിടെയെങ്കിലും ലഹരിയുടെ അവശിഷ്ടങ്ങൾ കടന്നു കയറിയിട്ടുണ്ടോ, ആ ലഹരിയുമായിട്ടാണോ ഞാനിപ്പോ മരിച്ചാൽ എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുക? ഇങ്ങനെയുള്ള ഒരു ആത്മപരിശോധനയിൽ അധിഷ്ഠിതമായ ഒരു സംഗതി പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് എല്ലാ തെറ്റുകളുടെ കെട്ടുപാണ്ഡങ്ങളുമായി ഇവിടെ നിന്ന് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നാമതായി പറയുന്നു, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ആത്മപരിശോധന നടത്തിക്കൊണ്ടേയിരിക്കണം, തെറ്റുകളിൽ നിന്ന് തിരിച്ചു പോന്നുകൊണ്ടേയിരിക്കണം. രണ്ടാമത്, കുടുംബങ്ങളിൽ തെറ്റുകളും തിന്മകളും അരുതായ്മകളും ഉണ്ടാകുമ്പോൾ അതാരാ പറയാ എന്നിങ്ങനെ മത്സരിച്ച് ആരും പറയാത്തൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയെ ഉപദേശിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ഒരു +2 ഡിഗ്രിക്കോ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവന് കുറച്ചു ദിവസമായിട്ട് അവന്റെ വീട്ടിലേക്കുള്ള വരവിന്റെ സമയം തെറ്റിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റത്തിലും നടപടിക്രമങ്ങളിലും ഇതുവരെ ഇല്ലാത്ത ചില സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് വീട്ടിലെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ വാപ്പ പറയും ജ്യേഷ്ഠനോട്, എന്ത് നിന്റെ അനുജനൊന്ന് ഉപദേശിക്കണം, അവനോടൊന്ന് പറയണമെന്ന് പറയും. അപ്പൊ ജ്യേഷ്ഠൻ പറയുന്നത്, ഞാൻ അവന്റെ ജ്യേഷ്ഠനല്ലേ, വാപ്പിമ്മി ഉണ്ടാവുമ്പോ ഞാനാ പറയാം നിങ്ങൾക്ക് പറഞ്ഞാൽ. അപ്പൊ ഉമ്മ പറയുന്നത്, ഞാൻ വാപ്പ ഉണ്ടാവുമ്പോ ഞാൻ എന്ത് പറയാനാ, വാപ്പയല്ലേ പറയേണ്ടതെന്ന് പറയും. വാപ്പാനോട് ചോദിച്ചാലോ, അതിപ്പോ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അതായത് ഇവനോട് ആരെ സംസാരിക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഇതൊന്ന് വലിയൊരു പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ കുടുംബത്തിന്റെ നഫ്സിനെ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, കൽപ്പനയാണ്. അതുകൊണ്ട് കുടുംബനാഥന്മാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ, അതുപോലെ ഭർത്താക്കന്മാരിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും ഇസ്ലാമികമല്ലാത്ത അരുതായ്മകളായ കാര്യങ്ങളുണ്ട് എങ്കിൽ
അത് തിരുത്തുക, ഗുണകാംക്ഷയോടുകൂടി തിരുത്തുക എന്നത് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതപ്പെട്ട കാര്യമാണ്. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് എത്രയോ ഉപദേശങ്ങൾ കൊടുത്തത് സൂറത്ത് ലുക്മാനിലൂടെ എന്തിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ആ ഒരു മാതൃക നമ്മൾ സ്വീകരിക്കണമെന്ന് പറയാനാണ്. പൊന്നു മകനെ, ആ വിളി നോക്കി നിങ്ങൾ, പൊന്നു മോനെ, ഒരിക്കലും നീ പടച്ചോനിൽ പങ്കു ചേർക്കാൻ പാടില്ല, വലിയ അക്രമമാണ് കേട്ടോ എന്ന് ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റമായ പാപമായ ശിർക്കിനെ കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുക്കുകയും പിന്നെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് 10-12ഓളം കാര്യങ്ങൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് പരസ്പരം ഉപദേശിക്കുക, കൽപ്പിക്കുക എന്നത് വീടുകളിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയ്യാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങളാക്കണമെന്ന് മാത്രമല്ല, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കി ഞങ്ങളുടെ സന്താനങ്ങളെ നീ വളർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ കാലയളവിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം മക്കളുമായി എൻഗേജ് ചെയ്യുകയും അവരെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയും വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് തന്നെ അവർക്കൊരു മാതൃകയായി കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ രണ്ടാമത് നമ്മുടെ കുടുംബത്തിൽ ഈ കാര്യം നടക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹമാണ്. ഈ സമൂഹത്തിലും തന്നെ എന്തെല്ലാം തെറ്റുകളും തിന്മകളും ഉണ്ടോ അതിനെ തിരുത്തുക എന്നത് ഈ നന്മ ഉൾക്കൊണ്ട എല്ലാവരുടെയും ബാധ്യതയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ആളുകളുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതുപോലെ നല്ല കാര്യങ്ങൾ ആളുകളെ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ അത് ചെയ്യേണ്ടത് ഇതേപോലെ ഒരു മൈക്ക് ഉപയോഗിച്ച്, ഒരു സ്പീച്ചിങ് സ്റ്റാൻഡ് ഉപയോഗിച്ച് അതിനാ നിലക്കുള്ള ഏതാനും ആളുകൾക്ക് മാത്രമുള്ള ഒരു ചുമതലയാണത്. ഞാൻ അതിൽ പെട്ടവനല്ല. ഞാൻ പരലോകത്ത് രക്ഷപ്പെടാൻ നിസ്കരിക്കുക, നോമ്പ് വെൽക്കുക, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക, ഞാൻ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, അതല്ലാതെ ഈ പണി ഞാൻ എടുക്കേണ്ടതില്ല എന്ന ഒരു കട്ടായമാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ ധാരണ തിരുത്തണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ദൂതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അനാവസാഖത്തുഹാതൈന, ഞാനും അന്ത്യദിനവും ഇതുപോലെയാണ്. അതിനർത്ഥം എന്താ? ഇനി ഞാൻ വന്നു എന്നതാണ്, അന്ത്യപ്രവാചകൻ വന്നു എന്നുള്ളതിന്റെ തെളിവ്. ഇനി ഒരാളുടെ എന്തേ ഉള്ളൂ? പിന്നെ ഖിയാമത്ത് നാളേ ഉള്ളൂ. ഇനിയൊരു പ്രവാചകൻ വരാണ്ട. അതുകൊണ്ട് തന്നെ ഇനി ആ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം ആരാണോ ആശയോ ആദർശമോ മനസ്സിലാക്കിയിരിക്കുന്നത് അത് അവർ നിർവഹിക്കുക എന്നതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. നമ്മുടെ ഈ പള്ളിയിലേക്ക് നമ്മളൊരു മുസ്ലിമായി നമുക്ക് ഇവിടെ വരാനും ഇവിടെ ജനിക്കാനും അങ്ങനെയുള്ളൊരു വീടും കുടുംബവും സാഹചര്യവും ഉണ്ടായതും ഒരു മഹലുണ്ടായതും അങ്ങനെയൊരു സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ ഉണ്ടായതും ഒക്കെ എങ്ങനെ യാദൃശ്ചികമായിട്ടുണ്ടായതല്ലോ. നമ്മുടെ മുൻഗാമികളായ ഒരുപാട് ആളുകൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തിയതിന്റെ ഗുണഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാലിക് ബിൻ ദീനാറും കൂട്ടരും ഇവിടെ വന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ആ പ്രബോധന പ്രവർത്തനമാണ് ഇവിടെ വലിയ മാറ്റങ്ങൾക്ക് കാരണം. ആ മാറ്റത്തിന്റെ പിന്തുടർച്ചയാണ് നമ്മളൊക്കെ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇബാദത്തുകൾ മാത്രം പോരാ, അത് മറ്റുള്ളവരോട് പറയുക കൂടി വേണം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. കാലം തന്നെയാണ് സത്യം. നിങ്ങളെല്ലാം മനുഷ്യന്മാര് മുഴുവൻ നഷ്ടത്തിലാണ്. ആരൊഴിച്ച്? വിശ്വസിക്കുക, അതുപോലെ അമൽ സാലിഹാത്തുകൾ ചെയ്യുക. അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ രീതിയിൽ നിങ്ങളോട് സംസാരിക്കില്ല. അവിടെ അവസാനിപ്പിച്ചില്ല ഖുർആൻ. പിന്നെ പറഞ്ഞത് വതവാസൗ ബിൽ ഹഖ്, നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഹക്കിനെ സംബന്ധിച്ച് പരസ്പരം നിങ്ങൾ പറയണം. തവാസോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അങ്ങോട്ട് പറയാ, അയാൾ ഇങ്ങോട്ട് പറയാം, പരസ്പരം ഉപദേശിക്കണം. വതവാസൗ ബിസ്സബ്ർ, അതുപോലെ ക്ഷമയെക്കുറിച്ച് നിങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് പരസ്പരം പറയുക എന്നത് നമ്മൾ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരുത്തരും ചെയ്യേണ്ട കർത്തവ്യമാണ്. അത് പണ്ഡിതന്മാരാകുമ്പോൾ ആ രീതിയിൽ അവർക്ക് നിർവഹിക്കാൻ കഴിയും.
അത്ര തന്നെ അറിവില്ലാത്ത ആളുകൾക്ക് അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ കഴിയും. ഇനി അതിനും കഴിയില്ലെങ്കിൽ നമുക്ക് പടച്ചോൻ തന്ന എന്തൊരു കഴിവാണോ, ആ സംഘാടന കഴിവാണെങ്കിൽ അങ്ങനെ, സാമ്പത്തികമായ അവസ്ഥയാണെങ്കിൽ അങ്ങനെ, മറ്റു സ്വാധീനങ്ങളാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക? ഇനി ഒന്നും വേണ്ട. ഒരു ഇസ്ലാമികമായ ഒരു കാര്യം നടക്കുന്നിടത്തേക്ക് മനുഷ്യന്മാരെ വിളിച്ചു കൊണ്ടുവരാൻ, വീട്ടിൽ പോകാനാണ്, ഒരു വീട്ടിൽ കയറി അവരെ വിളിക്കാനാണ് നമുക്ക് കഴിയുക എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഒരു ലഘുകൃതി അവർക്ക് കൊടുക്കാനാണ് സാധിക്കുക എങ്കിൽ, അതൊക്കെ ഈ ദഅവത്തിന്റെ വിശാലമായ പരിധിയിൽ വരുന്നതാണ്. പക്ഷെ അതിനൊന്നും നമുക്ക് നേരില്ല. ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ അധ്യാപകനാണ്, ഞാൻ ഭയങ്കര തിരക്കുള്ള ആളാണ്, ഞാൻ രാവിലെ പോയാൽ രാത്രിയേ വരുള്ളൂ. ഇത് ഇന്നത്തെ ദിവസമല്ല, നാളെ എങ്ങനെയാണ്, അടുത്ത ആഴ്ച എങ്ങനെയാണ്, അടുത്ത മാസം എങ്ങനെയാണ്, അടുത്ത വർഷം എങ്ങനെയാണ്, ആയുസ്സുള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. പിന്നെ എപ്പോ ഇത് ചെയ്യും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പറയുന്നേട്ടാ തോന്നുന്നത് ഒരാഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ, കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഞാൻ ക്ലിയർ അല്ല. ഖിയാമത്ത്, നമ്മൾ മരിക്കുന്നത് വരെ, നമ്മളെ വഫാത്ത് വരെ ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. അപ്പൊ ഇത് ചെയ്യാൻ നമുക്ക് പരിപാടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന, ആ പ്രവാചകന്മാർ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം നിർവഹിക്കാതെ മരണപ്പെട്ടു പോകും. അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്ത് പറഞ്ഞു കൊടുക്കായിരുന്നു എന്ന് ചോദിക്കുക തന്നെ ചെയ്യും. ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും. നാളെ റബ്ബിന്റെ മുമ്പില് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിന്നെ ആളുകൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്ന മറുപടിയാണ് എന്ത്? നാളെ പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ ഉഴുത് പറയാനാണ്. പടച്ചോൻ ചോദിക്കും, എന്ത് ഇത് ആൾക്കാരോട് പറഞ്ഞു കൊടുത്തില്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു, എന്നെ കൊണ്ട് കഴിഞ്ഞ മനുഷ്യ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനാണ് ഞങ്ങളത് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. മനുഷ്യവംശത്തിന് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഉത്തമമായ തലമുറയാണ് നിങ്ങൾ. എന്താ തലമുറയുടെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, അവർ തെറ്റുകൾ തിന്മകൾ നിരോധിക്കുന്നവരാണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു കൂട്ടം ആളുകൾ ഉണ്ടാകണം. എന്താ അവരുണ്ടാകേണ്ടതിന്റെ കാര്യം? യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയിച്ച ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഈമാൻ ഉണ്ടോ നടക്കാൻ ഒരുപാട് അളവുകോലുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അളവുകോലാണ് എന്താ പറയുക? ഒരു തെറ്റും തിന്മയും അഥവാ ഇസ്ലാം വിരോധിച്ചൊരു കാര്യം നമ്മളെ മൂക്കിന്റെ മുമ്പിൽ കണ്ടാൽ, അത് വീട്ടിലാകാം, അയൽപ്പക്കത്താകാം, നാട്ടിലാകാം, സമൂഹത്തിൽ എവിടെയാണ്, അത് കണ്ടാൽ അതിനോടൊരു വിഷമം മനസ്സ് തോന്നുകയും അത് പാടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നില്ലെങ്കിൽ ഓർത്തു വെച്ചോ, ഈമാൻ നമ്മുടെ മനസ്സിൽ നിന്ന് കുടിയിറങ്ങിപ്പോയിട്ടുണ്ട്. സംശയിക്കും വേണ്ട കാര്യത്തിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കിങ്ങൾ, മൻ റആ മിൻകും മുൻകറ, എന്തെങ്കിലും ഒരു തിന്മ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫൽയുഗയ്യിർ ബിയദിഹി, അതിനെ കഴിയുമെങ്കിൽ നിങ്ങൾ കൈകൊണ്ടാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്. എന്താ കൈകൊണ്ട് എതിർക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒരു വീട്ടിലാണ് ഒരു അരുതായ്മ മകൻ ചെയ്യണതെങ്കിൽ ആ മകനോട് കൈകൊണ്ട് എതിർക്കാനുള്ള അവകാശം വാപ്പാക്കുണ്ട്. ആ അവകാശം ഉള്ളിടത്തത് ചെയ്യണം. ഒരു ഭരണാധികാരിയാണെന്ന് വിചാരിക്കുക, അയാൾ ഭരണാധികാരത്തിന്റെ ആ സാഹചര്യം ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് അത് തടയുകയാണ് വേണ്ടത്. ഇനി അതിന് നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ ഫഇല്ലം നസ്തതി, അതിന് കഴിയില്ല എങ്കിൽ ഫബിലിസാനിഹി, നാവ് കൊണ്ടത് പറയുകയെങ്കിലും വേണം. ഫഇല്ലം നസ്തതി, നാവ് കൊണ്ട് പറയാനും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് അതിനോടൊരു വെറുപ്പെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താ? വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് കാണിക്കുന്നത്. അഥവാ കുറച്ച് ഈമാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ത് ആ വെറുപ്പെങ്കിലും ഉണ്ടാകുന്നത്. ആ ഈമാൻ ശക്തിപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അത് വായ കൊണ്ട് പറയും അതിനെതിരില്. അത് അതിലേറെ ശക്തമാകുമ്പോഴോ കൈ കൊണ്ട് എതിർക്കാൻ കഴിയുന്നത് ആ നിലക്ക് തന്നെ ചെയ്യും. അതൊന്നുമല്ല, അത് നടക്കണോ ചെയ്തോട്ടെ, ചെയ്യണോ ചെയ്തോ, ഇത് ഇന്ത്യ രാജ്യമല്ലേ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള കാലല്ലേ, പ്രായപൂർത്തിയായ എന്തും ചെയ്യാലോ. ആ ഒരു പൊതു ലിബറൽ ചിന്താഗതി തലയിൽ കയറിയിട്ട് ഇതും ന്യായം പറഞ്ഞ് നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ പിടുത്തത്തിൽ നിന്ന് വിട്ടുകണ്, അത് 18 വയസ്സായിക്കണ്, ഇനി ഓല പാടായി എന്നും പറഞ്ഞ് മിണ്ടാതിരുന്നാൽ അള്ളാന്റെ മുമ്പിൽ കുറ്റക്കാരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈമാൻ ദുർബലമായാൽ തിന്മ ചെയ്യുന്ന ഇടങ്ങളിൽ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ അവിടെ ഇരിക്കാനും നമുക്ക് കഴിയും. നോക്കൂ, നിങ്ങൾ ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയാണ്, കുല്ലു മൻ ജലസ ഫീ മജ്ലിസി മഅസിയത്തിൻ വലം യുൻകിറു അലൈഹിം യകൂനു മഅഹും ഫിൽ വിസ്രി സവാഅൻ. അതായത് കുല്ലു മൻ ജലസ ഫീ മജ്ലിസി മഅസിയത്തിൻ, അല്ലാഹ് അനുസരണക്കേട് കാണിക്കുന്ന
ഏതെങ്കിലും ഒരു സദസ്സിൽ ഏതെല്ലാം സദസ്സുകളുണ്ട് അവരെ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ വലം യുൻകിറു അലൈഹിം, അതിനെ നിഷേധിക്കാതെ അതിനെ വിരോധിക്കാതെ അതിന്റെ കൂടെ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ യകൂനു മഅഹും ഫിൽ വിസ്രി സവാഅൻ, തിന്മയുടെ പാപഭാരായ അവർ ചെയ്യുന്ന അതേ തിന്മയുടെ പാപഭാരം അതിന് ഒത്താശ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനടുത്ത് അതിനോട് യാതൊരു വിമുഖതയും ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾക്കുണ്ടാവും. ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല, ഞാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ അത് ഉപയോഗിക്കും, അവരെ കൂടെ പോകും, ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വേറെ പബ്സും സാധനങ്ങളൊക്കെ മിക്സറൊക്കെ തിന്നലുള്ളൂ, ഞാൻ അതൊന്നും ഉപയോഗിക്കില്ല. ഈ പരിപാടിക്കാണ് ഈ പറഞ്ഞത്. എന്ത് തെറ്റ് ചെയ്യണോ കൂടെ ഇരിക്കുക, അതിനെപ്പറ്റി ഒരു വെറുപ്പില്ലാതെ ഇരിക്കുക. ആ ആൾക്കാർ ആ തെറ്റ് ചെയ്യുന്നവരെ പോലെ തന്നെയാണ്. എന്ത് തിന്മയാണ് അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ച, ഇസ്ലാം വിരോധിച്ച ഒരു തിന്മ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു പ്രശ്നമില്ലാതെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. എന്താണ് ഇസ്ലാമിക ദഅവത്ത് നടന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് സംശയിക്കൊന്നും വേണ്ട. ആദ്യം നശിക്കുക സ്വന്തം വീട് തന്നെയാണ്, അനുഭവിക്കേണ്ടി വരും. അതായത് കുട്ടികൾ ലഹരിക്ക് അടിമയായാൽ ഇന്നെന്താ മാതാപിതാക്കളുടെ അവസ്ഥ? എന്താ പത്രങ്ങളിൽ നമ്മൾ കാണുന്നത്? എന്താ ചാനലുകളിൽ നമ്മൾ കാണുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാണ്, ദാ ഇവിടെ ഒരു കുറ്റവാളിയുണ്ട്, ഇവിടെ ഒരു മദ്യപാനിയുണ്ട്, ഇവൻ എത്രയും പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകണം. അത് പറയുന്നത് അയൽവാസിയല്ല, ആ പീഡകരായിരിക്കുന്ന ആരെങ്കിലും അല്ല, നാട്ടുകാരല്ല. ഏതൊരു തരത്തിലാണോ ആ കുഞ്ഞ് പറന്നു വീണത് അതിന്റെ ഉടമസ്ഥയായ അമ്മയാണ്, ഉമ്മയാണ് വിളിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് വരെ വിളിക്കാത്ത ഉമ്മ അല്ലെങ്കിൽ അമ്മ ആ നമ്പർ കളക്ട് ചെയ്ത് വിളിക്കുക, എന്റെ മകനെ നിങ്ങൾ പിടിച്ചുകൊണ്ടു പോകണം, കാരണം നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവന്റെ കയ്യിൽ കഠാരയാണ്, അതെന്റെ വയറ്റിലേക്ക് വരാൻ നിൽക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും എനിക്ക് അപകടമുണ്ടായി, എനിക്ക് അവനെ സഹിക്കാൻ കഴിയില്ല. രാത്രിയാകുമ്പോ നമ്മളെ മക്കൾ വീട്ടിലേക്ക് വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് മാതാപിതാക്കൾ ചില മക്കളെ പറ്റി ആഗ്രഹിക്കുന്നത് എന്താ? ഓൻ വീട്ടിലേക്ക് വരാതിരുന്നെങ്കിന്നാണ്, നിന്റെ മകൻ വരാതിരുന്നെങ്കിന്നാണ്. എന്തേ കാര്യം? ഈ പിടുത്തം വിട്ടു പോയതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സുഹൃത്തുക്കളെ. നമ്മുടെ മക്കൾ നമ്മുടെ ഈ ഒരു ധാർമ്മികമായ അവസ്ഥയിൽ നിന്നാണ് തെറ്റിയാൽ അത് ആ കുടുംബം അനുഭവിക്കേണ്ടി വരും, ആ നാട് അനുഭവിക്കേണ്ടി വരും, ഒരു മഹലാണെങ്കിൽ ആ മഹലും അനുഭവിക്കേണ്ടി വരും. സംശയിക്കൊന്നും വേണ്ട. 2 കപ്പലുള്ള ഒരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്താ? ആ താഴെ തട്ടിലുള്ള ആളുകൾക്കുള്ള വെള്ളം മുകളിലത്തെ തട്ടിലാണ്. അപ്പൊ അവർ തീരുമാനിച്ചത്, നമ്മൾ ഇവിടെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയാലും ദ്വാരം ഉണ്ടാക്കിയാൽ നമുക്കുള്ള വെള്ളം ഇവിടെ തന്നെ കിട്ടുമല്ലോ, എന്തിനങ്ങനെ മുകളിലേക്ക് പോകേണ്ട കാര്യം? അങ്ങനെ അവരവിടെ കുഴി ഉണ്ടാക്കും. അതുണ്ടാക്കിയപ്പോ ചില ആൾക്കാർ വിചാരിക്കണത് അത് അയാളെ സീറ്റിന്റെ അടിയിലല്ലേ, അയമ്മക്ക് എന്താ പ്രശ്നം? എന്താ സംഭവിക്കുക? അവിടെ തുള വീണ് കഴിഞ്ഞാൽ ആ കപ്പലിൽ 2 തട്ടിലുള്ള ആൾക്കാർ മുഴുവനും ഉണ്ട്. ഇതേപോലെ നാട്ടിൽ മദ്യപാനികൾ ഉണ്ടായാൽ, വ്യഭിചാരികൾ ഉണ്ടായാൽ, തീവ്രവാദികൾ ഉണ്ടായാൽ, ഭീകരവാദികൾ ഉണ്ടായാൽ, അന്ധവിശ്വാസികൾ ഉണ്ടായാൽ ആ നാടൻ അനുഭവിക്കേണ്ടി വരും. സംശയിക്കൊന്നും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുക എന്നത് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമാണ്. കാരണം ബനു ഇസ്രായേൽക്കാർ ശപിക്കപ്പെടാണ്ടായ കാരണം തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ബനി ഇസ്രായേൽ ജനതയിലെ സത്യനിഷേധികൾ ശപിക്കപ്പെട്ടു ദാവൂദ് അലൈഹിസ്സലാമയുടെയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നാവുകളിലൂടെ. എന്തേ കാര്യം? ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ. അവർ അനുസരണക്കേട് കാണിക്കുകയും അതിക്രമം കൈക്കൊള്ളുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണത്. പിന്നെയോ കാനൂ, അവരായിരുന്നു ലാ യതനാഹൂന അൻ മുൻകരിൻ ഫഅലൂഹ്. അവർ ചെയ്യുന്ന അധർമ്മങ്ങളെ, അനുസരണക്കേടുകളെ അവരൊരിക്കലും തന്നെ വിരോധിച്ചില്ല. മാ കാനൂ യഫ്അലൂൻ ലബിഅസ മാ കാനൂ യഫ്അലൂൻ. അവർ ചെയ്തുകൊണ്ടിരുന്നത് വളരെ മോശമായ ചീത്തമായ കാര്യങ്ങളാണ്. അതായത് ബനൂ ഇസ്രായേൽക്കാരെ ശപിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെന്ത് ചെയ്യില്ല, ചോദ്യം ചെയ്യില്ല, അത് കണ്ടില്ല എന്ന് നടിക്കും, അതിനെ വിരോധിക്കില്ല. ആ ഒറ്റ പ്രശ്നത്തിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, അവരെ ശാപത്തിന് അവർ വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നൊരൊറ്റ ദിവസം കൊണ്ടല്ല അവർ നശിച്ചത്, ബനൂ ഇസ്രായേൽക്കാർ നശിച്ചത്. നോക്കൂ നിങ്ങൾ, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഫീ യൗമിൻ വാഹിദിൻ തറക്കത്ത് ബനൂ ഇസ്രായേൽ ദീനഹും. ബനൂ ഇസ്രായേൽ ജനത അവരുടെ ദീനിൽ നിന്ന് ഒഴിവായി പോയത് ഒരു ദിവസം കൊണ്ടാണോ എന്ന് ചോദിച്ചു. കാല, അപ്പൊ അവിടുന്ന് പറഞ്ഞില്ല, ഒരു ദിവസം കൊണ്ടൊന്നല്ല. എങ്ങനെയാണ്? വലാകിന്നഹും കാനൂ ഇദാ ഉമിറു ബിശൈഇൻ തറകൂ. അവരോട് എന്താണോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവരെന്ത് ചെയ്യൂല, ആ കൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്യൂല.
എന്നാൽ അവരോട് വിരോധിച്ചെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അൻഷൈഇൻ റകിബൂഹു, അത് അവർ വേഗം ചെയ്യുകയും ചെയ്യും. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അവർ ചെയ്യും, ചെയ്യണം എന്ന് പറഞ്ഞതൊന്നും അവർ ചെയ്യൂല. അങ്ങനെ അവരിൽ നിന്ന് ദീന് ഊരിപ്പോയി. ആ വാക്ക് അങ്ങനെയാണ്, ദീൻ അവരിൽ നിന്ന് ഊരിപ്പോയി. ഏതുപോലെ നമ്മളിപ്പോ ഈ ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ഈ ഷർട്ട് ഊരിയാൽ കംപ്ലീറ്റ് ശരീരത്തിൽ നിന്ന് പോരില്ലേ, അതേപോലെ അവരിൽ നിന്ന് മതം എന്ത് ചെയ്തു, ഊരിയില്ലാതെയായി, ഊരി എറിയപ്പെട്ടു. എങ്ങനെ? ഈ അതിന്റെ വഴി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടല്ല. തിന്മ കണ്ട ഒരു പ്രശ്നമല്ല, അത് നടന്നോട്ടെ, അത് കുഴപ്പമില്ല, അത് നാട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മളെന്തിനായി തീർക്കണം, നമ്മളെന്തിനാ അതിന്റെ അടങ്ങേറ് അനുഭവിക്കുന്നത്, നമ്മളത് പറഞ്ഞു കണ്ട് എന്തിനാ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത്, അത് അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോട്ടെ, എങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോട്ടെ, നമ്മളെന്തിനാണ് പിന്നാലെ നടക്കുന്നത്. ഈ വർത്താനം പറഞ്ഞതിന്റെ പേരിലാണ് എന്ത് ബനു ഇസ്രായേൽ ജനത നശിച്ചത്. മാത്രമല്ല, തിരുത്താതിരുന്ന എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ജരീർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ഖൗമി യുഅമൽ ഫീഹിം ബിൽ മആസി ഹും അഅസ്സു മിൻഹും വഅംനഉ ലാ യുഗയ്യിറൂന ഇല്ലാ അമ്മഹുല്ലാഹു ബിഇഖാബ്. ഒരു ജനതയിൽ തിന്മകൾ നടമാടുകയും അവരത് ചെയ്യുന്നവരെക്കാൾ പ്രതാപമുള്ളവരും തടയാൻ ശേഷിയുള്ളവരുമായിരിക്കെ അവർ തിരുത്താതിരിക്കുകയുമാണെങ്കിൽ അവരൊന്നാകെ അള്ളാഹു ശിക്ഷ അനുഭവിപ്പിക്കുന്നതാണ്. അതായത് തടയാനൊക്കെ കഴിവുണ്ടായിട്ട് അതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മൊത്തത്തിലായിരിക്കും ശിക്ഷ വരിക. അതാ പിന്നെ നല്ല ആളുകളെയും പിടികൂടും, അല്ലാത്ത ആൾക്കാരും. ഇന്ന് നമ്മുടെ രാജ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു കാരണം അത് തന്നെയാണ്. എന്താ മുസ്ലിങ്ങളെന്ന് മുസ്ലിങ്ങൾക്കും അറിയില്ല, എന്താണ് അവരെ പള്ളി എന്നറിയില്ല, എന്താണ് അവരെ വഖഫ് എന്നറിയില്ല, ആ വഖഫ് ഭൂമിയുടെ പ്രാധാന്യം അറിയില്ല, അത് കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് മുസ്ലിങ്ങൾ തന്നെ പുറകോട്ട് പോകുമ്പോൾ പടച്ചോന്റെ പരീക്ഷണം പല രീതിയിൽ വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം. വീടുകളിൽ തിന്മ വിരോധിക്കണം, സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം. അതിന് ഓരോരുത്തരും തയ്യാറാകണം, കഴിയുന്ന രീതിയിൽ മുന്നോട്ട് വരണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തിന്മ തടയാനുള്ള ഭയം ആളുകൾക്ക് പല രീതിയിലാണ്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഞാനിത് തടഞ്ഞാൽ, ഞാൻ അതിനെതിരെ പറഞ്ഞാൽ എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ ഇപ്പോഴുള്ള സ്ഥാനം അല്ലെങ്കിൽ തൊട്ടടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ നിൽക്കുകയാണ്, ആ ഒരു സാഹചര്യം, ഇതിനൊക്കെ വലിയ പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാൻ നല്ലത്, ഞാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കാതിരിക്കുക നല്ലത് എന്ന ഒരു കോംപ്ലക്സ് ആണ് ഇന്ന് പലപ്പോഴും ആളുകളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ പറയുന്നത് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാന്ന് ചോദിച്ചാൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും, ഏറ്റവും നല്ല വാക്കാരാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവൻ ആരോ അതാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവന്റെ ഉടമസ്ഥൻ അവനാണ്. ഏതൊരു പ്രശ്നത്തിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ തൗഹീദിന്റെ വക്താവാണ്, ഞാൻ ശിർക്കിനെതിരാണ്, ഞാൻ ബിദ്അത്തിനെതിരാണ്, ഞാൻ സുന്നത്തിന്റെ ആളാണ്, ഞാൻ പ്രമാണത്തിന്റെ കൂടെയാണ്, ഈ രീതിയിൽ ആർജവത്വത്തോടുകൂടി അത് പറയാൻ കഴിവുള്ളവർക്കാണ് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. അതല്ല ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ വേറൊരുവർക്ക് എന്താ തോന്നുന്നത്? ആ ഒരു ഇസ്ലാമോഫോബിക്കായ ചിന്ത ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനധികം, ഒരു താടി കുറച്ച് നീണ്ടുപോയാൽ ഭയങ്കര അസ്വസ്ഥത കാണിക്കുന്ന ആളുകളുണ്ട്. പ്രശ്നമാണ്. എന്തേ എന്നെ തീവ്രവാദിയായി വിചാരിക്കുമോ? അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ തഴമ്പ് വരും. അപ്പൊ തഴമ്പ്, നിസ്കാര തഴമ്പ് വേണ്ടാവും. മുസ്ലിമാ വിചാരിച്ചുകൊണ്ട് നമ്മള് സുജൂദിക്ക് പോകുമ്പോൾ തലേന്ന് പൊക്കി പിടിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഷിയാറുകളും ഞാൻ മുസ്ലിമാണെന്ന് പറയാനുള്ളൊരു തന്റെ ഇടം ഒരിക്കലും തന്നെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ വിചാരിക്കണം എന്താ, ഞാൻ ഇങ്ങനത്തെ സ്റ്റാൻഡ് എടുത്താൽ എനിക്ക് എന്തൊക്കെയോ ഇവിടെ ഹൈർ ഇവിടെയും കിട്ടും പരലോകത്തും കിട്ടും. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞത്. നല്ല പര്യവസാനം ആർക്കുണ്ടാകുക? അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ
സ്വാധീനം നിങ്ങൾക്ക് കിട്ടിയാൽ, അഖാമുസ്സല, നിങ്ങൾ നിസ്കരിക്കണം, വആതുസ് സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. പിന്നെ പറഞ്ഞ എന്താ? വഅമറൂ ബിൽ മഅറൂഫ് വനഹൂ അനിൽ മുൻകർ, നന്മ നിങ്ങൾ കൽപ്പിക്കണം, തിന്മ നിങ്ങൾ വിരോധിക്കുകയും വേണം. എന്നിട്ട് പറഞ്ഞ എന്താ? വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ പര്യവസാനം അല്ലാഹുവിലേക്കുള്ളതാകുന്നുവെന്ന്. ഏറ്റവും നല്ല പര്യവസാനം അവർക്കാണ് ഉണ്ടാകുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഖുറബാ. എത്ര ആഴമുള്ള ഒരു വാക്കാണ് നിങ്ങൾ ആലോചിച്ചു. ഇസ്ലാം വന്നത് ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം വന്നത് അപരിചിതമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ ആർക്കും അവിടെ പരിചയമില്ല. കാരണം ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും പ്രാർത്ഥിക്കുകയും ആ കഅബാലയം ആ നിലക്ക് അവിടെ വിഗ്രഹങ്ങൾ കൊണ്ട് വെച്ച് നിറക്കുകയും അതിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി കിട്ടിയിട്ട് പ്രവാചകൻ ആ മലയടിവാരത്തേക്ക് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട്, ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ നിങ്ങൾ കേൾക്കും, സ്വയം കേൾക്കാതെ, കാരണം ഈ അല്ലമീനല്ലേ, വിശ്വസ്തനല്ലേ, അതുകൊണ്ട് ഇതുവരെ നുണ പറയാത്ത ആളല്ലേ, ഞങ്ങൾ കേൾക്കുമെന്ന് പറഞ്ഞു. ആ ധൈര്യം ഇത് വാങ്ങിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്നാലേ ആ പിന്നെ കഅബാലയത്തിലുള്ള വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് പറഞ്ഞതോടുകൂടി സമൂഹം മുഴുവൻ ഇളകിയിട്ട് പറഞ്ഞു, എന്ത്? നീ നശിക്കട്ടെ. ആ സമയം മുതലാണ് എന്ത്? നബി മാരണക്കാരനായി, നബി ഭ്രാന്തനായി, നബി സമൂഹത്തിൽ കുഴപ്പക്കാരനായി, ഞങ്ങളെ തെറ്റിച്ച ആളായി. എന്ത് നബി പറഞ്ഞിട്ടുള്ളൂ? അള്ളാഹിന്റെ മാത്രം പ്രാർത്ഥിക്കണം ഞങ്ങൾ. പിന്നെ എന്ത് സംഭവിച്ചു? ആ നാട് വിടേണ്ടി വന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നു. വെറുതെ ഒരു ബാഗ് എടുത്ത് പോവുകയല്ല ചെയ്തത്. അത്ര കാലം ഉണ്ടാക്കിയ ഈത്തപ്പനത്തോട്ടവും സ്വത്തും മുതലും മുഴുവൻ അവിടെ ഇട്ടെറിഞ്ഞു പോയി. ആ പോക്കുന്ന ആലോചിക്കുക. എന്തിന്റെ പേരില്? ഈ ദീന് പറഞ്ഞതിന്റെ പേരില്. ഇന്ന് പോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാസ വാക്ക് പറഞ്ഞാൽ നമുക്ക് അപ്പൊ പിന്നെ എനിക്ക് ഇതിനെ കൊണ്ട് കഴിയില്ല. ഇവിടെ എത്തി നമ്മളും റസൂലുള്ളാഹിന്റെ കാലം ഒന്ന് ആലോചിക്കുക. ദീനിനു വേണ്ടി ആരെങ്കിലും ഒരു കറുത്ത വാക്ക് പറഞ്ഞാൽ ആ കറുത്ത വാക്ക് പോലും കേൾക്കുവാനുള്ള മനക്കട്ടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മുസ്ലിം കൗം എത്തിയിരുന്നു. നമ്മൾ ഒരു പ്രസംഗം വെക്കുകയാണെങ്കിൽ തന്നെ അവിടെ വല്ലാതെ തൗഹീദ് പറയണ്ട കേട്ടോ, അത് പറഞ്ഞ ആൾക്കാർക്കാകെ പ്രയാസമുണ്ട്. ഇതപ്പത്തെ അവസ്ഥ. പ്രവാചകന്മാർ എന്നിട്ട് അവിടുന്ന് വന്ന് മദീനത്ത് കൂടി. മദീനത്ത് വന്നിട്ട് സ്വൈരം കൊടുത്തു. മദീനത്ത് വന്നിട്ട് സ്വൈരം കൊടുത്തു ഇല്ല. അവിടെ ഈ യുദ്ധത്തിന് ആളെ പറഞ്ഞ യുദ്ധത്തിന് കോപ്പ് കൂട്ടണം. അങ്ങനെ ബദറുണ്ടാണ്, പിന്നീട് ഉഹുദുണ്ടാണ്. എത്ര യുദ്ധങ്ങൾ! ആ യുദ്ധങ്ങൾ മുഴുവൻ കഴിഞ്ഞു. പിന്നതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. മക്കം ഫത്ഹുണ്ടാവുകയാണ്. അവിടെ അധികാരമേൽക്കുകയാണ്. ഇന്നും അതാ കാക്കക്കിരിക്കാൻ തണലില്ലാത്ത ഒരു പ്രദേശമായിരുന്നു ആ മക്ക മണലാനി. ഇന്ന് നമ്മൾ ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ആ പരിശുദ്ധ ഹറമ്, ആ ഹറമിൽ ലക്ഷോപലക്ഷം മനുഷ്യന്മാരാണ് ഇന്നവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമതി സുഹൃത്തുക്കളെ, ഇസ്ലാം സത്യം എന്ന് തീരുമാനിക്കാൻ, നാളെ സ്വർഗ്ഗമുണ്ട് നിലകൊണ്ടെന്ന് വിശ്വസിക്കാൻ ആ ഒറ്റ കാഴ്ച മതി. അത് അള്ളാന്റെ ഓർഡറാണെന്ന് അവിടെ മനുഷ്യന്മാരും വരും. ഇപ്പോഴും നോക്കി ലക്ഷങ്ങളാണ് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സത്യമാണ്. നിങ്ങളെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി വേറല്ല എന്നാണ്. ആകെ 10 50 കൊല്ലം അല്ല 30 കൊല്ലം, കുറച്ചൊരു ആയുസല്ലേ ഇവിടെ ജീവിക്കാനുള്ളൂ. ഈ ദുനിയാവിൽ വന്നത് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് പടച്ചോണ്ട് ദീനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ നമ്മൾ. നമുക്ക് തോന്നൽ എന്താ? എന്റെ കച്ചവടമാണ്, എന്റെ ബിസിനസ്സാണ്, എന്റെ കുടുംബമാണ്, എന്റെ പ്രാരാബ്ദാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് 10-20 കൊല്ലം ഗൾഫിൽ അവിടെ ഇവിടെ പോയി ഉണ്ടാക്കിയ മുതല് നമുക്ക് അനുഭവിക്കാൻ പിന്നെ ആൾക്കാർക്ക് കഴിയുന്നുണ്ട്. വീടുണ്ടാക്കിയിട്ട് താമസിക്കാൻ വേണ്ടി എത്ര പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരിച്ചതിന് ശേഷമുള്ള പരലോകത്തേക്ക് വേണ്ടിയുള്ള പണിയാണ് എടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.